ഹലോ, വെൽക്കം ബാക്ക്. ചില്ലി ഫിഷ് മസാല റൈസിൻ്റെ കൂടെ, ബ്രെഡിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്പൈസി ഡിഷാണ് ചില്ലി ഫിഷ് മസാല. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റാണ് ആ കണ്ടത്. നമ്മുടെ വീടുകളിൽ സുലഭമായിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ്. വെൽക്കം ബാക്ക് ടു റീനാസ് ടേസ്റ്റി റെസിപ്പീസ്. ആദ്യമേ തന്നെ 2 സബോള ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞതും, 2 തക്കാളി ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞതും, കൂടെ തന്നെ ഒരു 8-9 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞതും, ഒരു 10 വെളുത്തുള്ളിയുടെ അല്ലിയും, ആവശ്യത്തിന് 4-5 ടേബിൾ സ്പൂൺ വെള്ളവും ഒഴിച്ച് നന്നായി അരച്ചെടുക്കുക. നമ്മുടെ ഗ്രേവിക്ക് തിക്നെസ് കൂട്ടാൻ വേണ്ടിയാണ് ഇതെല്ലാം അരച്ചെടുക്കുന്നത്. കൂടാതെ തന്നെ തക്കാളി ഉള്ളതുകൊണ്ട് നല്ലൊരു ചുമന്ന കളറും കിട്ടും. അത് അരച്ചെടുത്തതിന് ശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ച് 1 പിഞ്ച് ഉലുവ, 1 പിഞ്ച് ജീരകം, കടുക് മുതലായവ ഇട്ട് പതുക്കെ പൊട്ടിക്കുക. ഇപ്പം എല്ലാം പതുക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ കൂട്ടിലേക്ക് നമുക്ക് 1 സബോള 2ആക്കി മുറിച്ച് ചെറുതാക്കി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുകും പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് 2ആയി മുറിച്ച് അരിഞ്ഞ സബോള, 2 ചെറിയ സബോളയാണ് ഇട്ടിരിക്കുന്നത്, ഇട്ട് കുറച്ച് നേരം വഴറ്റുക. രണ്ട് മിനിറ്റ് ഇളക്കിയാൽ മതി. അതിനുശേഷം നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മസാല നമുക്ക് ആഡ് ചെയ്യാം. അതിനിടയിൽ നമ്മുടെ ഫിഷ് പീസസ് കഴുകി വൃത്തിയാക്കി അല്പം മഞ്ഞളും ഉപ്പും ചേർത്ത് തിരുമ്മി വെക്കണം. ഫിഷ് 2 പീസാണ്. അതിന് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായി തിരുമ്മി മാറ്റി വയ്ക്കുക. അപ്പോഴേക്കും നമ്മുടെ സവോള നല്ല ട്രാൻസ്പെറൻ്റായി വന്നിട്ടുണ്ട്. ഈ കൂട്ടിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഗ്രൈൻഡ് ചെയ്ത സവോള തക്കാളി പേസ്റ്റ് ആഡ് ചെയ്ത് ഒന്നും കൂടി ഇളക്കി നന്നായി യോജിപ്പിക്കുക. അതിൽ വെള്ളമെല്ലാം വറ്റി എണ്ണ തെളിഞ്ഞു വരണം. ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ വെള്ളം വറ്റി വരും. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്ത് ഒന്നും കൂടി ഇളക്കി വെള്ളമെല്ലാം വറ്റിക്കുക. ഇപ്പോൾ വെള്ളം ഏകദേശം വറ്റി തുടങ്ങി. അപ്പോൾ നമുക്ക് ക്യാപ്സിക്കം വേണമെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിടാം. അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ നേരത്തെ തിരുമ്പി വെച്ചിരിക്കുന്ന ഫിഷ് പീസസ് സ്വല്പം എണ്ണയിൽ ശാലോ ഫ്രൈ ചെയ്ത് സെമി ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. 50% വെന്ത മതി. ബാക്കി മസാല കിടന്ന് വെന്തോളും. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ മറിച്ചിട്ട് വേവിച്ചെടുക്കണം. നമ്മുടെ മസാലയിലെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഈ കൂട്ടിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഭംഗിക്ക് വേണമെങ്കിൽ 3-4 കിഴക്കേ മുളക് പോൾ ചില്ലിയും ആഡ് ചെയ്യാം. അപ്പം ഞാനിവിടെ 3 റെഡ് ചില്ലി ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടി വെള്ളം വറ്റി കഴിയുമ്പോൾ
നമ്മുടെ മീൻ മറിച്ചിടാറായിട്ടുണ്ട്. ഇപ്പോൾ അതൊക്കെ മറിച്ചിട്ടു. ഇനിയും 2-3 മിനിറ്റ് വേവിക്കണം. വെള്ളം വറ്റിയ മസാലക്കൂട്ടിലോട്ട് നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇട്ട് ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസും ഇപ്പോൾ വെള്ളം വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നല്ല ഗ്ലേസിങ്ങും കാണാം എണ്ണ തെളിയുമ്പോൾ. എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് സോസ് ചേർക്കാം. 1 ടീസ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർക്കാം. അതിനുശേഷം ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ച് 1 കപ്പ് ഗ്രേവിക്ക് അനുസരിച്ച് തിളച്ച വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഈ കൂട്ട് തിളച്ച് വറ്റി വരുമ്പോൾ നമുക്ക് നമ്മുടെ സെമി ഫ്രൈ ചെയ്ത ഫിഷ് പീസ് ആഡ് ചെയ്ത് മസാല ഇളക്കി വീണ്ടും ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും വെള്ളമെല്ലാം വറ്റി ചില്ലി മസാല നന്നായി പിടിച്ച് നല്ല ടേസ്റ്റും സ്പൈസി ആയിട്ട് വരുന്നതാണ്. അപ്പോൾ തന്നെ പുളി ആവശ്യമുള്ളവർക്ക് 2 ചെറിയ കുടപ്പുളിയോ അതല്ലെങ്കിൽ വാളംപുളിയോ വെള്ളമോ ആഡ് ചെയ്യാവുന്നതാണ്. അടച്ച് വെച്ച് ഒരു 4 മിനിറ്റും കൂടി വേവിക്കുക. വെള്ളമൊക്കെ കുറുകി നല്ല പാകമായി വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഗ്രേവി ചില്ലി ഫിഷ് മസാല റെഡി ആയിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഓഫ് ചെയ്ത് പകർത്തി ഒരു പാനിലോട്ട് പകർത്തി സെർവ് ചെയ്യാവുന്നതാണ്. ഇത് ചപ്പാത്തിയുടെയും നാനിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. ട്രൈ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.